الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ ഭയപ്പെട്ടും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവ്വം വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും തേടി വരുന്ന ചെറുതും വലുതുമായ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഏറ്റവും പവിത്രമായ ഒരു മാസമാണ് നാം ജീവിക്കുന്ന ശഅബാൻ. സാധാരണഗതിയിൽ റമളാനിന്റെ തൊട്ടു മുമ്പുള്ള മാസമായ ശഅബാനിൽ ഒരു 90% മുസ്ലിങ്ങളും അശ്രദ്ധമായി ജീവിക്കുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ റമളാനിൽ അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ ശഅബാനിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാവണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. അതുകൊണ്ട് ശഅബാൻ മാസത്തിന്റെ ഏതാനും പ്രത്യേകത, പലപ്പോഴും നമ്മൾ റമളാനിലും മാസം കാണുമ്പോൾ മാത്രമാണ് അത്താഴവും ഭക്ഷണവും അതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചോളം ശഅബാനിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ, നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന അത്ര സുന്നത്ത് നോമ്പ് മറ്റൊരു മാസങ്ങളിലും നിങ്ങൾ നോക്കുന്നതായി കാണുന്നില്ലല്ലോ, എന്താണ് അതിന്റെ കാരണം? ഉസാമത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഷഹറുൻ, അതൊരു മാസമാണ്, റജുലുൻ യഗ്ഫുലുൻ നാസു, ജനങ്ങൾ പൊതുവെ അശ്രദ്ധമായി തീരുന്ന ഒരു മാസം. ഇത് കഴിഞ്ഞാൽ ശഅബാൻ കഴിഞ്ഞാൽ റമളാനിന്റെ അപ്പൊ ശ്രദ്ധയിലേക്കായി. അതേസമയം റജബിന്റെയും ശഅബാന്റെയും ഇടയിലുള്ള അശ്രദ്ധമായ മാസമാണ് ശഅബാൻ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ഇബാദത്തുകളും, വിശുദ്ധ ഖുർആൻ പഠനവും പാരായണവും ഒക്കെ, ദിക്റുകള്, അദ്കാറുൽ സബാഹും അദ്കാറുൽ മസാവും, രാവിലെയും വൈകുന്നേരവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ, എല്ലാ പ്രാർത്ഥനകളും
സഹാബത്ത് പഠിക്കാത്ത പ്രാർത്ഥനകളെല്ലാം ഈ ഷാബാൻ മാസത്തിൽ സഹാബത്ത് പഠിക്കും. ഇസ്ലാമിലെ ഷറ അനുഭവിച്ച പഠിക്കാത്ത പ്രാർത്ഥനകളെല്ലാം സഹാബത്ത് പഠിക്കുന്ന മാസമാണ് ഷാബാൻ. കാരണം ആ മാസങ്ങളിൽ പഠിച്ചെടുത്താൽ റമദാനിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയും. അതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ജനങ്ങളെല്ലാം അശ്രദ്ധമാകുന്ന മാസമാണ്. അതുകൊണ്ട് ആ മാസം എന്ത് ചെയ്യും? വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ. ഒരു വർഷത്തെ വിശ്വാസി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന മാസമാണ് ഈ മാസം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത, സാധാരണ നമ്മൾ ബിസിനസ്സുകാർക്കൊക്കെ ഒരു മാസമല്ലേ അവിടെ കണക്ക് പ്രസന്റ് ചെയ്യുന്നത്, വർഷത്തിൽ മാർച്ച് അല്ലേ? വലിയ അറിവൊന്നും അതിലില്ല, ആണെന്നുള്ളവർക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ വിശ്വാസികളുടെ അഴമാലുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന മാസത്തിലാണ് നാം ജീവിക്കുന്നത്. മാറുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രസന്റ് ചെയ്യാൻ ഉണ്ടാവണം. നമ്മുടെ അടുത്ത് എന്താ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾ ഞാൻ ഓരോരുത്തരാണ്. എന്തായിരിക്കും ഇതുവരെ ചെയ്ത പ്രവർത്തനം അനുസരിച്ച് മലക്കുകൾക്ക് അള്ളാന്റെ മുമ്പിൽ നമ്മളെ പറ്റി പ്രസന്റ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടാകുക എന്നുള്ളത് വെറുതെ ചിന്തിച്ചാൽ മതി. ഏതായാലും അശ്രദ്ധമാകുന്ന മാസമാണെന്നും അതുകൊണ്ട് മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മാസമാണെന്നും റസൂലുള്ള പറഞ്ഞ ശേഷം പറഞ്ഞു, ഉഹിബ്ബു അൻ യർഫഅ അമലി, എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വാന സായിം, ഞാൻ നോമ്പുകാരനായി. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ കാരണം. ഷാബാനിൽ കൂടുതൽ നോമ്പെടുക്കാൻ കാരണം എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക്, ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എൻ്റെ അമലുകൾ ഉയരുമ്പോൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത വ്യക്തി ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, പരിശുദ്ധ റമളാനിൽ നോമ്പ് നോൽക്കുന്ന അത്ര നബി ഷാബാനിൽ നോൽക്കാറില്ല. നബി നോൽക്കാൻ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്നാൽ നബി നോമ്പ് ഒഴിവാക്കിയാലോ നബി റമളാനിൽ നോമ്പ് നോറ്റിട്ടുണ്ടോ എന്ന് സംശയിച്ചു. ആ വിധ നബി നോക്കുക, അല്ലാണ്ട് സ്ഥിരമായി നോക്കുക. റമളാനിനെ പോലെ 30 ദിവസം ഷാബാനിൽ നോക്കുന്നല്ല, പക്ഷെ അധിക ദിവസവും നോക്കും ഷാബാനിൽ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നബിയും സഹാബത്തിനും പ്രോത്സാഹിക്കും, ഏറ്റവും കൂടുതൽ. കാരണം മറ്റുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ ബിസിയിലാണ്. ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ ഇനി ഭയങ്കര ബിസിയിൽ എത്രയും കാലം. എന്തായാലും നമ്മളെ ബിസി, കുട്ടികളെ സ്കൂൾ ചേർത്തൽ അല്ലെ ഒരു ബിസിയാണ്, വീടുണ്ടാക്കൽ വേറെ ബിസിയാണ് അല്ലെ, കച്ചവടം പുരോഗമിപ്പിക്കൽ അത് വേറെ ബിസിയാണ്. പിന്നെ ശരീരം ഏറ്റവും നല്ല സൗന്ദര്യത്തോടുകൂടി നിലനിർത്തൽ, അതിന് ഏറ്റവും കൂടുതൽ സമയം ആണും പെണ്ണും. അതിനൊരു റൂമുണ്ട്, അതിനൊരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് ഉറുപ്പിയും മുടക്കാറുണ്ട് അല്ലേ. അങ്ങനെ മനുഷ്യൻ ബിസിയിലാ, ഇത്രയും കാലം ബിസിയിലാ. അതാണ് ഇപ്പൊ സമർപ്പിക്കാൻ ഉണ്ടാകുക എന്ന് ചിന്തിച്ചോട്ടോ. എന്തായിരിക്കും ഇതിന്റെ നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്? അപ്പൊ അതൊന്നും മാറ്റിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമകരമായ ഒരു വർത്തമാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അതുപോലെ കടമിടപാടുകൾ, ആളുകൾക്ക് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള എല്ലാ കടയിടപാടുകളും തീർത്തു തരണം, ഒക്കെ കൊടുത്തു വെക്കാം. പക്ഷേ അല്ല ഇതെല്ലാം അങ്ങോട്ടേക്ക് ഉയരും. നമുക്കതൊന്നൊരു ഭയവുമില്ല. നേരെ മറിച്ച് നമ്മളെ കച്ചവടം ഒന്ന് പൊട്ടിപ്പോഞ്ഞാൽ പേടിച്ചാറുണ്ട് അല്ലേ. ഇനി നമ്മളുടെ കുട്ടികൾക്ക് പഠനം മോശമായാൽ നമ്മൾ ഭയവിഹ്വലരായി അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട്സിൽ വേണ്ടത്ര ശക്തമായ പ്രസന്റേഷൻ അക്കൗണ്ട്സിൽ കിട്ടുന്നില്ല, കച്ചവടം മോശമായി വരിക, നമ്മൾ ഭയങ്കര ഭയവിഹ്വലരാണ്, പേടിക്കും. പക്ഷെ നമ്മളെ ഒരു വർഷത്തെ നമ്മുടെ അഅ്മാൽ സാലിഹാത്തുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന മാസമാണ് ഷാബാൻ. ഒരു പേടി നമുക്കില്ല ഉണ്ടോ? നിങ്ങൾ പേടി തോന്നിയോ? അതോ എന്റെ വാക്കുകൾ അശ്രദ്ധമായിട്ട് ഒരു ചെവിന്റെ ഉള്ളിൽ കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടോ? എന്തായത്? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചോദിച്ചതാ. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കാൻ, അപ്പോഴേ നിങ്ങൾ ചിന്തിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, എല്ലാ മാസം പോലെ എല്ലാം എന്റെ അമലുകൾ തുർഫൗ ഉയരപ്പെടണം. ഒഹിബ്ബു അൻ യുർഫഅ അമലി വാന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കും. അതാ. അപ്പൊ അശ്രദ്ധമാകുക ആരാ? അശ്രദ്ധമാകുക അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ.
അള്ളാഹു ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ തന്നാണ് എന്ത്? പഞ്ചേന്ദ്രിയങ്ങൾ. നമ്മുടെ കണ്ണും കാതും കരളും ഒക്കെ നമുക്ക് തന്നില്ല. നമുക്ക് ഓക്സിജൻ എടുത്ത് ഇവിടെ സുഖമായി ജീവിക്കാനില്ല. അതിനോടൊപ്പം ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് ആ അവയവങ്ങൾ കൊണ്ട്. അത് ഉപയോഗിക്കാണ്ട് അശ്രദ്ധമായി ജീവിച്ചാൽ അതിന് ശിക്ഷ ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിൽ അള്ളാഹു പറയുന്നു, വലക്കത് ദറഅനാ ലി ജഹന്നം, ലക്കത് ദറഅനാ, തീർച്ചയായും നാം സൃഷ്ടിച്ചു. അല്ല പറയാ, നാം സൃഷ്ടിച്ചു ലി ജഹന്നം, നരകത്തിന് വേണ്ടി. നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നാം സൃഷ്ടിച്ചിട്ടുണ്ട് ആരെ? കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളം ജിന്നുകളെയും ധാരാളം മനുഷ്യരെയും നരകത്തിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഉണ്ടോ? ലഹും ഖുലൂബുൻ, കാരണം അവർക്ക് മനസ്സുണ്ട്, പക്ഷെ ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് ശ്വസിക്കാനല്ലാതെ അതുകൊണ്ട് ചിന്തിക്കൂല. ആ കൽബ് കൊണ്ട് ചിന്തിക്കൂല. അപ്പൊ ചിന്തിക്കാത്ത കൽബ്, കേട്ടോ, അശ്രദ്ധമാകുന്ന കൽബ് ഒരു ശിക്ഷയുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുൻ, അവർക്ക് കണ്ണുകളുണ്ട്, കണ്ണുകൾ കൊണ്ട് ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ട കാര്യങ്ങൾക്ക് കാണൂല. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച നന്മയാർന്ന കാര്യങ്ങളൊന്നും കാണില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന എന്തിനാ? നിങ്ങൾ ചിന്തിച്ചു എന്തിനാ? മൊബൈലല്ലേ? അതല്ല പറഞ്ഞതാ. നിങ്ങളെ കണ്ണുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? കുറെ ആളുകൾ ഷോർട്ട് ഫിലിം കാണും. ഷോർട്ടാണ്, 7 മിനിറ്റ് 7 മിനിറ്റ് കൂടുമ്പോൾ പുതിയത് കിട്ടും. അപ്പൊ അത് കണ്ടു ഇല്ലേ? വേറെ ചിലര് രാവിലെ ആണ് തുറന്നു വെച്ചാൽ ഉച്ചയാകുന്നവരെ കിടന്ന് കാണും. ഉലഹും മഴയും, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണില്ല. അപ്പൊ ശിക്ഷ കാണുക. നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകളുടെ സ്വഭാവമല്ല, കാണേണ്ടത് കാണൂല. പിന്നെ ഉലഹും ആദാനുണ്ട്, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കൂല. വേണ്ടാത്തൊക്കെ കേൾക്കും, വേണ്ടാത്ത എല്ലാ കാര്യവും കേൾക്കും, കേൾക്കേണ്ട കാര്യം കേൾക്കില്ല. വിശുദ്ധ ഖുർആൻ കേൾക്കൂല, പ്രവാചകന്റെ ചര്യകൾ കേൾക്കില്ല, ഇസ്ലാമിക നിയമങ്ങൾ കേൾക്കില്ല. എന്നാൽ നാട്ടിൽ നടക്കുന്ന എല്ലാ വേണ്ടാത്തരവും അവന്റെ ചെവിയിൽ ഉണ്ടാവും, കേട്ടോ. പോലും മാതാൻ ലാ യസ്മഊന ബിഹാ, എന്താ പറയാ? ഉലായിക്കല്ല, അവർ നാൽക്കാലികളെ പോലെ. എന്നിട്ടുള്ള പറഞ്ഞു ബൽ ഹും അല്ലല്ല, അതിനേക്കാൾ. കാരണം നാൽക്കാലികൾ ഹറാമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തെളിച്ചാലെങ്കിലും അത് പോകും, അല്ലേ? ഇപ്പൊ തെളിച്ചാ പോകും? ഇല്ല. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടി, നിങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ കുറെ പെൺകുട്ടികളെ കാണും, ഒരു പ്രത്യേക ട്രൗസറും പ്രത്യേക കുപ്പായും ഇട്ട്, അല്ലെ? നമ്മളെ പറയുള്ള ഓലെ കയ്യിലൊരു മൊബൈൽ ഉണ്ടാവും, ചിലപ്പോ 1-2 മൊബൈൽ ഉണ്ടാവും, അല്ലെ? ആ മൊബൈലും പിടിച്ചിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഓണടിച്ചാൽ പോലും കേൾക്കൂല, ഒരു കാണൂല. അത്രയും മോശമാണ്. ഞമ്മക്കൊക്കെ തോന്നിപ്പോകാറുണ്ട്, പഠിച്ചെടുത്തോളം മെഡിക്കൽ കോളേജ് മോർച്ചയിലേക്ക് എത്തിക്കിട്ടിയാൽ മതി, തോന്നിപ്പോവുക. അത്ര പ്രയാസം, യാതൊരുവിധ സംസ്കാരവുമില്ല, അല്ലെ? അതൊക്കെ ഇവിടെ കെട്ടിപ്പോയി കൊണ്ടുപോയാൽ വലഖദ് ദറഅനാ ലി ജഹന്നം, നരകത്തിന് വേണ്ടി സൃഷ്ടിച്ച. മറന്നു പോണ്ട പുറലേക്ക് ചെല്ലുമ്പോളെ നമ്മളെ മക്കളെ നമ്മൾ ഇങ്ങനെ കാണുന്നത്, നമ്മളെ റോട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ. പക്ഷെ അതൊക്കെ ഇപ്പോഴത്തെ പുതിയ വൈബ്, അല്ലെ? വൈബ്, അതൊക്കെ വൈബ് കുട്ടികളാ. എന്തൊക്കെയോ തോന്നിയാസ പദങ്ങൾ ഉപയോഗിച്ച്, അറിയാൻ പറഞ്ഞ കേൾക്കേണ്ട കേൾക്കൂല, വേണ്ടാത്തോ കേൾക്കും ചെയ്യും. അപ്പൊ എന്താ പറഞ്ഞത്? ഉലായിക്കൽ അൻആം ബൽഹും അദൽ എന്ന് പറഞ്ഞല്ല പറയാ. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ ജീവിതത്തിൽ അശ്രദ്ധരായി ജീവിച്ചിട്ടുണ്ടോ? കാരണം ശ്രദ്ധ ഇല്ലാത്ത മാസാണ് നമ്മളെ വിഷയമാണ്. ശ്രദ്ധയില്ലാത്ത മാസമാണ് ഷാബാൻ. അവർ അശ്രദ്ധരായി ജീവിച്ചുകൊണ്ടാണ് അവർക്ക് നരകത്ത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ എത്ര വേണം? ശ്രദ്ധയോട് ജീവിക്കണം. പക്ഷെ ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടുത്തുന്നതിന്റെ പ്രധാന കാരണം എന്താ? ദുനിയാവ്, അല്ലെ? നമുക്കൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുനിയാവ് നമ്മളെ വല്ലാണ്ട് അശ്രദ്ധരാകും. സാധാരണ രീതിയിൽ കുട്ടിക്കാലാവുമ്പോൾ കുട്ടികൾ എന്നുള്ളവർക്കുള്ള അശ്രദ്ധ ഉണ്ടാവും, സ്വാഭാവികം. പിന്നെ മെല്ലെ യുവത്വത്തിലേക്ക് വരുമ്പോഴോ യൗവനത്തിൻ്റെതായ ഒരുപാട് അശ്രദ്ധ, അല്ലെ? യൗവനത്തിന്റെ സമയത്താണ്, യൗവന തീഷ്ണമായ അവസ്ഥയിലാണ് വിവാഹം കഴിക്കുക.
അല്ലെ? അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ വീണ്ടും അവന്റെ ചക്രം പിറകോട്ട് ചെയ്യാൻ തോന്നും. പിറകോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏജിലേക്ക് മാറും അല്ലെ? അതല്ല പറയുന്നത്. സൂറത്ത് ഹദീദിലല്ല പറയാം, നിങ്ങൾ പഠിക്കണം, അന്നമൽ ഹയാത്തു ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലഇബുൻ, അതൊരു കളി മാത്രമാണ്, അതൊരു കളിയാ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ആയത്ത് നെഹുബുൻ, വിനോദ. ഒരു പ്രായം കഴിഞ്ഞാൽ വിനോദ, എപ്പോഴും ടൂറ് പോകണം. കുട്ടികൾക്കിപ്പം പറഞ്ഞതാ, ഒരു സ്വാതന്ത്ര്യമില്ല. നമ്മളെ വാപ്പ സ്വാതന്ത്ര്യം തരുന്നില്ല. അയാൾ എന്തോ ഇസ്ലാമിന്റെ നിയമം കേട്ട് ഖുർആന്റെ ആയത്തും കേട്ട് വരുന്നതാ. സ്വാതന്ത്ര്യമില്ല പുറയില്, ഒരു വിനോദമില്ല, ഒരു ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അവസരമില്ല. അതാണ് ഇപ്പൊ വൈബ് മക്കൾ തന്തനെ പറയുന്നത്. തന്തക്കൊരു പേരുണ്ട്. ഏത് തന്തക്ക്? ദീനോടുകൂടി ജീവിക്കണം. അപ്പൊ നമ്മൾ വളരെ പ്രയാസത്തിലാണ്. പക്ഷെ ആ പ്രയാസം നമുക്ക് ഇല്ലട്ടോ, നമ്മളെ മനസ്സിൽ കൂടെ പോകാറില്ല. ഇപ്പൊ നമ്മൾ റമദാൻ വന്നപ്പോ ഒന്ന് ഒരുങ്ങും, ഒരു തൊപ്പിയോ കുറച്ചുകൊണ്ട് വാങ്ങാൻ കിട്ടും. പള്ളിന്റെ മുമ്പിലൊക്കെ ഉണ്ടാവും കുറെ തൊപ്പികൾ. ആ തൊപ്പിയൊക്കെ വാങ്ങി തലയിട്ട് അല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ ഒരുക്കം. ഒരുങ്ങേണ്ട അവിടെ അല്ല, ജീവിതത്തിൽ വന്നു പോകുന്ന അപാകതകളാണ് തിരുത്തേണ്ടത് കേട്ടോ. നമ്മളിലും നമ്മുടെ കുടുംബങ്ങൾ, നമ്മളെ ഭാര്യക്കും നമ്മുടെ മക്കളിലൊക്കെ വരുന്ന ഒരുപാട് അല്ലഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി തിരുത്തണം. അതിനാണ് ഷാബാൻ ജീവിക്കുന്നത്. നമ്മളിലുണ്ട്, നമ്മൾ തിരുത്തണം അല്ലെ? അപ്പൊ അതുകൊണ്ട് അല്ല പറയണ്ട, ഇവിടെ ഈ ദുനിയാവില് കുറെ ആളുകളുണ്ട്, അവര് മരണം വരെ ഇതൊന്നും ചിന്തിക്കൂല. അതല്ല പറഞ്ഞിട്ടുണ്ട്, യൗമ യതദക്കറുൽ ഇൻസാനു മാസാ വബുരിസത്തിൽ ജഹീമുൽ ലിമൻ യറ. ഇവൻ എത്തേണ്ട നരകത്തിന്റെ മുമ്പിൽ ഇവന് കൊണ്ട് നിർത്തുമ്പോൾ ഇവൻ ചിന്തിക്കും. അതുപോലെ ചിന്തിക്കൂല, പറഞ്ഞാൽ ചിന്തിക്കൂല. ഇവൻ ചെല്ലേണ്ട നരകമുണ്ട്, ആ നരകത്തിന്റെ മുമ്പിൽ ഇവൻ അള്ളാഹു കൊണ്ട് നിർത്തും. കത്തിയാളുന്ന നരകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യൗമ യതദക്കറുൽ ഇൻസാനു മാസാ, ഇതുവരെ പ്രവർത്തിച്ചത് മുഴുവൻ, താൻ ചെയ്ത മരണം വരെ ദുനിയാവിൽ വെച്ച് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും ഈ നരകത്തിന്റെ മുമ്പിൽ നിന്നാ ചിന്തിക്കുക. ഇപ്പൊ ചിന്തിക്കണം. പിന്നെ ജഹീമുൻ ലിമൻ യറ, അവൻ ചെല്ലേണ്ട നരകം അള്ളാഹു അവന് കാണും വിധം അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരും. അങ്ങനെ നമ്മൾ പോകേണ്ട നരകം നമ്മളെ മുമ്പിൽ നിന്ന് പരലോകത്ത് കാണിച്ചു തരും. ബുദ്ധിസത്തിൽ ജഹീമുൻ ലിമൻ യറ കേട്ടോ. ഫഅമ്മാമൻ തഗ വആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോകത്തിന്റെ പ്രാധാന്യം കൊടുക്കുകയും പരലോകത്തെ അശ്രദ്ധമായി വിടുകയും ദുനിയാവിന് അമിതമായ ശ്രദ്ധ പുലർത്തുകയും. ദുനിയാവിന്റെ കാര്യത്തിലുള്ളപ്പോൾ നമ്മളെ വലിയ ശ്രദ്ധ അല്ലെ? അങ്ങനെ ചെയ്താൽ അവർക്കുള്ള എന്താ? ഫൈനൽ ജഹീമഹിയൽ മറുവ, അവരുടെ അഭയകേന്ദ്രം നരകം. ഉറപ്പിച്ചു പോവാം. ഇത് എന്താ കാരണം പറഞ്ഞത്? ഒന്ന്, അവര് നരകം അവർക്ക് എന്താണ്? ഫഅമ്മാമൻ തഗ, അവരതിരു വിട്ടു, അള്ളാഹിന്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തൊന്നും അവരെ സംബന്ധിച്ചുള്ള വിഷയമല്ല, അതിന് വിട്ടു. പിന്നെ ആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തിന് മുന്തിയ പ്രാധാന്യം കൊടുത്തു. ഇവിടുത്തെ ഡ്രസ്സ്, ഇവിടുത്തെ വാഹനം, ഇവിടുത്തെ ഭക്ഷണം അല്ലെ, ഇവിടുത്തെ സമയം നോക്കേണ്ടിയിരുന്ന ഒരു മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ എത്ര യുവാക്കളും ചെറുപ്പക്കാരും ഫാമിലികളുമാണ് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? 24 മണിക്കൂറും അവനവന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഇപ്പൊ പോരാ, ആർക്കും വേണ്ട, ഒന്നും വൈബല്ല. വല്ലാത്തൊരവസ്ഥയൊക്കെ കൊണ്ട് അല്ലെ? അതല്ല പറഞ്ഞത് ആസറൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തിന് മുന്തിയ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ചെയ്താലോ ഫൈനൽ ജഹീമ, തീർച്ചയായും ആ കത്തിയാവുന്ന നരകമാണ് ഹിയൽ മഅ്വ, അവന്റെ അഭയകേന്ദ്രം, അവന് ചെല്ലാനുള്ള തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, അശ്രദ്ധമായി ജീവിക്കരുത്. നമുക്കൊരു ശ്രദ്ധയോടുള്ള ജീവിതം വേണം, മൃഗങ്ങളെ പോലെ ആവരുത് എന്നൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്നാൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിന്റെ കോടതിയെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാൻ ഇവിടെ ജീവിച്ചതിന്റെ എങ്ങനെ ജീവിച്ചു എന്ന കാര്യം റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ചിന്തയോട് ജീവിച്ച ആളുകൾ, അങ്ങനെ ജീവിച്ച ആളുകളുടെ പ്രത്യേകത എന്താ? അനിൽ ഹവ, മനസ്സിന്റെ ഒരുപാട് വേണ്ടാത്ത മോഹങ്ങളെ അവൻ തടയും. വേണ്ടാത്ത മോഹങ്ങളിലൊക്കെ അവൻ പോകും. അവന്റെ മനസ്സിന്റെ എല്ലാ ചീത്ത മോഹങ്ങളെയും അവൻ തടയും. ആണ് വനഹൻ നഫ്സ അനിൽ ഹവ ഫൈനൽ ജന്നത്ത ഹിയൽ മഅ്വ, അവരുടെ അഭയകേന്ദ്രമാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിൽ എത്ര എന്ത് വേണം?
മനസ്സിന്റെ മോശമായ ആഗ്രഹങ്ങളെ തടയണം. ദുനിയാവിനേക്കാൾ പ്രാധാന്യം ആഹാരത്തിന് കൊടുക്കണം. ദുനിയാവിൽ അശ്രദ്ധമാകുന്ന സമയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ അശ്രദ്ധമാകുന്ന സമയങ്ങളും സ്ഥലങ്ങളും കൂടി വരുന്ന കാലം അല്ലെ. ഏറ്റവും കൂടുതൽ ഇപ്പൊ ആളുകൾ തെറ്റാനും വഴി തെറ്റാനും ഒക്കെ നടക്കുന്ന കാലത്ത് ഏതാണ്? മാളുകളാണ്. ആണും പെണ്ണും യുവതി യുവാക്കളും പഠിതാക്കളും കോളേജിൽ പഠിക്കുന്നവരും ഒക്കെ ഇപ്പോൾ കണ്ടെത്തുന്ന ഒരു സ്ഥലം മാളുകളാണ്. അതുകൊണ്ട് തന്നെ റസൂൽ അവിടെ പ്രാർത്ഥന പഠിച്ചു അല്ലെ. മാളുകളിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന പഠിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് 1,00,000 പ്രതിഫലം റസൂൽ പറഞ്ഞു. എപ്പോഴും ചിന്തിക്കാറുണ്ട്, 1,00,000 പ്രതിഫലം കിട്ടുന്ന ഒരു പ്രാർത്ഥന ആ മാളിലേക്ക് കയറുമ്പോൾ റസൂൽ പഠിച്ചു. എന്തുകൊണ്ടാ? ആ മാൾ അത്രമാത്രം ഇബിലീസിന്റെ സെന്ററാണ്. പിശാച് അവരെ കീഴടക്കി പിടിച്ചു കൂട്ടിപ്പിടിക്കും. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഹ്വദ അലൈഹിം ശൈത്താൻ, പിശാച് അവനെ കൂട്ടിപ്പിടിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളിലെത്തുന്നു. പ്രത്യേക ഡ്രസ്സ്, പ്രത്യേക മുടി, പ്രത്യേക രൂപം, പ്രത്യേക നടത്തം, ഒന്നും പറയണ്ട. പ്രത്യേക മ്യൂസിക്. ഇപ്പോഴുള്ള ചെറുപ്പക്കാരികളൊക്കെ നടക്കുമ്പോൾ തന്നെ മ്യൂസിക് വരെ പ്രത്യേക മ്യൂസിക്കാണ് ഒരു നടക്കറങ്ങി. അതിനനുസരിച്ച് അവരവരുടെ ശരീരത്തിന്റെ ഓരോരോ ഭാഗവും ചലിപ്പിക്കുക അല്ലെ. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമുക്ക് മിണ്ടാൻ വയ്യ. നമ്മള് എന്താ പറയുക, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ മൂമിനുകളാണ്, അള്ളാഹുവിനോട് സ്വർഗത്തിലെത്താൻ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മളുടെ പ്രവർത്തനം അതില്ല അല്ലെ. പ്രവർത്തനത്തൊക്കെ നരകത്തിലേക്കല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. യാത്ര പോകുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. ഏത് സമയത്തും യാത്ര പോകാം. അതിനൊരു ടൈമില്ലാണ്ട് നമുക്കൊരു നിജസ്ഥിതിയും ഇല്ലാത്തൊരു ഏർപ്പാടാണ് ഇവിടെയുള്ള ദുനിയാവിനുള്ള ഏർപ്പാട്. അപ്പൊ അതിന്റെ മുമ്പ് ശ്രദ്ധിക്കണം. റബ്ബിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം, അല്ലാത്തവർക്ക് നരകമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കോടതിയെ ഭയപ്പെട്ടുകൊണ്ട് മറുപടി റബ്ബിനോട് പറയേണ്ടി വരുമെന്നുള്ള ബോധത്തോടു കൂടി നമ്മളും നമ്മുടെ കുടുംബവും ജീവിക്കുക. അപാകതകൾ തിരുത്തുക. ഏറ്റവും നല്ല സമയമാണ്. വിശുദ്ധ ഈ ശഅബാൻ മാസത്തിന് മാത്രമല്ല, എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും മലക്കുകൾ ഇവിടെ ഇറങ്ങുന്നു. യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വ മലായികത്തും ബിന്നഹാർ. എല്ലാ ദിവസവും രാത്രിയിലേക്ക് വേണ്ട കുറച്ച് മലക്കുകൾ, പകലിലേക്ക് വേണ്ട കുറച്ച് മലക്കുകളും യതആഖബൻ, അവരിവിടെ ഊഴമിട്ടിറങ്ങും. സമയം നോക്കി ഇറങ്ങും. ഒരു വിഭാഗം മലക്കുകൾ വൈകുന്നേരം ഇറങ്ങും, വേറെ വിഭാഗം മലക്കുകൾ സുബഹിക്ക് ഇറങ്ങും. യജ്തമിഊന ഫീ സലാത്തിൽ ഫജ്രി സലാത്തിൽ അസർ. അവർ ആ മലക്കുകൾ സുബഹിന്റെ സമയത്തും അസറിന്റെ സമയത്തും രണ്ടു കൂട്ടർ യോജിക്കും. നമ്മളുടെ പകലിലെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ വന്ന മലക്കുകൾ മഗ്‌രിബോടുകൂടി ഒന്നപ്പെട്ടു പോകും. മഗ്‌രിബിന് വന്ന കുറെ മലക്കുകൾ അവർ സുബഹി കൂട്ടി. രണ്ടു കൂട്ടരും കൂടി യോജിക്കുന്ന സമയമാണ് അസറിന്റെ സമയവും സുബഹിയുടെ. അങ്ങനെ സുമ്മ യൂറജു അല്ലദീന ബാത്തു ഫീക്കും, രാത്രിയിൽ എന്നോടൊപ്പം ജീവിച്ച മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറി പോകും. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അള്ളാഹു മലക്കുകൾ ചോദിക്കും, ഫയസ്അലുഹും റബ്ബുഹും, റബ്ബ് അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോരുമ്പോൾ എന്റെ ദാസന്മാർ അവിടെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളിപ്പോ ഒന്ന് ഒഴിഞ്ഞു പോന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സുബൈന്റെ സമയത്ത് ടീം പോവും, മഗ്‌രിബിന്റെ സമയത്ത്. പകലിൽ വന്നവര് ആണ്, പകലിൽ ഡ്യൂട്ടിക്ക് വന്ന മലക്കുകളാണ്. വൈകുന്നേരം അസറിന്റെ സമയത്ത് പോകും. അസറിന്റെ സമയത്ത് വന്ന ആളുകളാണ് സുബൈക്ക് പോകുന്നത്. അപ്പൊ ഈ രണ്ടു കൂട്ടരോടായിട്ട് മലക്ക് അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിന്റെ ദാസന്മാരെ എങ്ങനെ ഉപേക്ഷിച്ചാ പോകുന്നത്? ഫയഖൂലൂൻ, അപ്പൊ മലക്കുകൾ പറയും, തറക്കനാവും യുസല്ലൂൻ, അള്ളാഹുവെ ഞങ്ങൾ പോരുമ്പോൾ അവർ നമസ്കരിക്കുക. വാത്തൈനാഹും യുസല്ലൂൻ, ഞങ്ങൾ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോഴും അവർ നിസ്കരിക്കുക. രണ്ട് സമയത്തും അള്ളാഹുവിന് സുജൂദ സാധാരണ അല്ലെ. പക്ഷെ സാധാരണ ഈ മാസവും അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾ, സുബഹിയില്ല, അസറുമില്ല, ഒന്നുമില്ല. അത്തരം ആളുകൾ സുബഹിക്ക് പോകുന്ന മലക്കുകൾ എന്ത് കണ്ടാ പോവുക? കിടന്നുറങ്ങുന്നത് അല്ലെ, നിസ്കരിക്കുന്നില്ല, കിടന്നുറങ്ങുന്ന കണ്ടിട്ട് പോകുക. എന്നാലോ രാവിലെ വന്നാലോ, രാവിലെ വരുന്നല്ലോ നമ്മൾ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതാണ്, അല്ലാതെ നമ്മൾ നിസ്കരിക്കുന്നില്ല ആണോ? രണ്ട് മലക്കുകൾക്കും നമ്മളെ പറ്റി വലിയ മുൻപ് അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നാളെ പരലോകത്ത് ഇത്തരം അശ്രദ്ധമായ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ അഅറള അൻ ദിക്രി, അള്ളാഹുവിന്റെ ഓർമ്മ വിട്ട് ജീവിച്ചാൽ
ഫൈന ലഹു മഈശത്തൻ ലങ്ക, ദുനിയാവ് തന്നെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു ജീവിതം അല്ല കൊടുക്കും. ഒരു സമാധാനം ഉണ്ടാവില്ല, മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, ഭാര്യനെ കൊണ്ടുള്ള ഇടങ്ങുണ്ടാവും, ഭർത്താവിനെ കൊണ്ടുള്ള ചില്ലറ വിഷമല്ല, കുടുംബം മുഴുവനും എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അനുഭവിക്കും. മക്കളെ കല്യാണം കഴിപ്പിച്ച അവിടെ സ്വസ്ഥ ഉണ്ടാവില്ല, സമാധാനം. മനസ്സിലായോ? ഒക്കെ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്തത്, പക്ഷെ എല്ലാം അപകടത്തിലായി എത്തിപ്പെടുക. നല്ലൊരു പുര ഉണ്ടാക്കി വെക്കും, ആ പുര തമ്മാടികൾക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലമായി മാറും. മക്കളൊക്കെ തമ്മാടികളായിട്ട് നല്ലൊരു വീടുണ്ടാക്കിയത്, പക്ഷെ ആ വീട് മുഴുവനും മക്കൾ തമ്മാറ്റം ചെയ്യാനുള്ള അവരുടെ ഒരു വഴിയടയാളമായി മാറും. അപ്പോഴാണ് ചിന്തിക്കുക, പഠിച്ചോന്നെ ഈ ഇത്രയൊക്കെ നയിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പുരണ്ടാക്കേണ്ടില്ലേ, ഈ മക്കൾക്ക് രാത്രിയിൽ വീഴ്ചകളെ കൂട്ടി ഞാൻ ഉണ്ടാക്കിയ പുരൻ്റെ അകത്ത് വന്ന് കിടക്കാനുള്ള അവസരമുള്ള പഠിച്ചോനെ ഞാൻ ഉണ്ടാക്കി സങ്കടപ്പെട്ടു. അതുകൊണ്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഞാൻ പറയാണ്, ഫൈന ലഹു മഈശത്തൻ, അള്ളാഹുവിൽ നിന്ന് അകന്നുങ്ങൾ ജീവിച്ചാൽ, അശ്രദ്ധമായി ജീവിച്ചാൽ ഒരു സമാധാനം അല്ലാഹു ദുനിയാവ് തരില്ല. പിന്നെ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ, പരലോകത്തെത്തുമ്പോഴോ ഇപ്പൊ നിങ്ങൾ കണ്ണാണില്ലേ, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ കൂടെ, പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പം അവിടെ എത്തുമ്പോൾ നമ്മൾ കണ്ണുമില്ല. പരലോകത്ത് ഇത് ബില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടിയ മത്സരയിൽ കണ്ണ് കാണാത്തവരായിട്ടാണ്. എന്താ കാരണം? അപ്പോൾ നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. അപ്പൊ നമ്മൾ ചോദിക്കും റബ്ബിനോട്, കാല റബ്ബി ലിമ ഹശർതനി അഅ്മ, പഠിച്ചോനെ എന്തിനാ നീ എന്നെ കണ്ണുവട്ടനാക്കിയത്? കത് കുന്തു ബസീറ, ഞാൻ കണ്ണ് കാണുന്നവനായല്ലോ. അള്ളാന്റെ മറുപടി, ഞാൻ തന്ന കണ്ണുകൊണ്ട് നീ കാണേണ്ടത് കണ്ടില്ല, അറിയേണ്ടത് അറിഞ്ഞില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല. കാണണ്ടല്ല കണ്ടത് മുഴുവൻ തോന്നിയാസ. കത് കുന്തു ബസീറ കാല കഥാലിക്കും അള്ളാന്റെ മറുപടി, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ഞാൻ കണ്ണു തന്നു, നിനക്ക് ഞാൻ കൽബ് തന്നു, നിനക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നു, കേൾവിക്ക് എല്ലാ നന്മയും കേൾക്കാൻ അറിയാൻ ചെവികൾ തന്നു. പക്ഷെ നീ എന്ത് ചെയ്തു? ഉപയോഗിച്ചില്ല, അത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് അള്ളാഹു പറയണം, കഥാലിക്ക് അർത്ഥത്തിക്ക് ആയാത്തിന്, ഈ കണ്ണ് മാത്രമല്ല, കൽബ് മാത്രമല്ല, ചെവി മാത്രമല്ല, നീ എങ്ങനെ ജീവിക്കണമെന്ന് നിന്നെ പഠിപ്പിക്കാൻ വേറെ എന്തോന്ന്. പക്ഷെ ഫസൽ നസീത്തഹ, നീ അത് മറന്നു. നീ ഒരു നേരം പോലും അത് ഓർത്തില്ല. അങ്ങനെ ഒരു വേദബന്ധത്തിന്റെ അനുയായിയാണെന്നോ, നീ ഒരു മുസ്ലിമാണെന്നോ, എന്റെ ജീവിതം ഇങ്ങനെ പോരാ എന്നോ തിരുത്താനുള്ള സമയം അള്ളാഹു ഒരുപാട് തന്നിട്ടുണ്ടെന്നോ ഓർത്തില്ല. ഓരോ ദിവസവും അള്ളാഹുവിന്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മളുടെ അമലുകൾ മലക്കുകളും അള്ളാന്റെ മുമ്പിൽ സമർത്തി അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ തൊഴിൽത്തോമ്പ് എടുക്കുന്നത്. നോമ്പുകാരനായി എത്താനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തോറവുൽ അഅ്മാൽ ഫിൽ ഇസ്നൈൻ വ യൗമിൽ ഖമീസ്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ ചെയ്യുന്ന അമലുകൾ ആ ദിവസം തന്നെ മലക്കുകൾ അള്ളാഹുവിന് സമർപ്പിക്കും. അപ്പൊ റസൂൽ പറയാ, ഉഫഹിബു അൻ യുറല അമലി വാനസായി, ഞാൻ എന്റെ അമല് അള്ളാഹുവിന് നോമ്പോടുകൂടി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ നോമ്പ് വെക്കുന്നത്. അപ്പൊ തിങ്കളും വ്യാഴും സുന്നത്ത് നോമ്പെടുക്കുന്ന കാരണമാണ് കേട്ടോ. അല്ലാണ്ട് ആരെങ്കിലും മുമ്പിൽ ഞാൻ ഒരു നോമ്പുകാരനാണെന്ന് അറിയിക്കാനില്ല. നമ്മളൊക്കെ നോമ്പിന്റെ കാര്യം പരിശോധിച്ചാൽ അങ്ങനെ തന്നെ ആവും. നോമ്പുകാരനായിട്ട് എല്ലാവരുടെ മുമ്പിലും ഒന്ന് ചാടിക്കൊണ്ട് തോന്നിട്ടില്ല. നിങ്ങൾ ചെയ്യണ്ട, വേണ്ട, നോമ്പുണ്ട്, എനിക്ക് നോമ്പുണ്ട്, എനിക്ക് നോമ്പുണ്ട്. അപ്പൊ നോമ്പിന്റെ ഒരു പരസ്യമാണ്. ഇതൊക്കെ ഓരോരുത്തരുടെയും കുറ്റപ്പെടുത്തലുകളാണോ എന്ന് പരിശോധിക്കുക കേട്ടോ. ഞാൻ ചെയ്തിട്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തണം, നിങ്ങൾ ഇതിന്റെ നിങ്ങളെ കുറ്റപ്പെടുത്തണം, തിരുത്തണം. ഇങ്ങനെ പോരാ, നമ്മൾ തിരുത്തണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതാ, നീ എന്നെ മറന്ന് ജീവിച്ചു, അതുകൊണ്ട് വക്കദാലിക്കൽ യൗമ തുൻസ, ഇന്ന് നാം നിന്നെ മറക്കുകയാണ്. അള്ളാഹു നമ്മളെ പരലോകത്ത് മറന്നു. അതുകൊണ്ട് അത്തരം നിർഭാഗ്യവാന്മാരെന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുകയും നമ്മെ ശ്രദ്ധിക്കുകയും നമുക്ക് സ്വർഗത്തിൽ ഇടം നൽകുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയറിയിപ്പോയ നമ്മുടെ ബഹുമാനിയായ മാതാപിതാക്കൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. അവരെല്ലാം പലരും അശ്രദ്ധമായി ജീവിച്ചവരാണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കൊണ്ടും മർഹമത്ത് കൊണ്ടും അള്ളാഹു അവരെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസിക്കും സാനിയൻ വഇയ്യാദി തഖ്വ. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ടും അവനെ ഭയപ്പെട്ടും ജീവിച്ച് പ്രിയപ്പെട്ടവരായി ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിലെ സുഖം എല്ലാം താൽക്കാലിക. ഒന്നിനും ഒരു നിലക്കുള്ള ഒരു സ്ഥായിയായ ഭാവം കൊടുത്ത ദുനിയാവിൽ ഒരു സുഖത്തിനില്ല. ഉണ്ടോ? എല്ലാം സുഖമാണെന്ന് വിചാരിച്ച് എന്തെല്ലാം ചെയ്തു ഒക്കെ അതിന്റെ സുഖം പെട്ടെന്ന് കഴിഞ്ഞില്ലേ? ഓരോ സുഖവും പെട്ടെന്ന് കഴിയും. അതല്ല പറഞ്ഞത്. യൗമ യൂറദുല്ലദീന കഫറു അലന്നാർ. ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിച്ച ആളുകളെ അല്ല പറയാം. സൂറത്തുൽ അഹ്കാഫിലെ വചനമാണ്. യൗമ യൂറദുല്ലദീന കഫറു അലന്നാർ. നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇവിടുന്ന് സുഖിച്ചവരെ. ഇവിടെ ഒരുപാട് സുഖം അനുഭവിച്ച അങ്ങനെ വെറും സുഖമോ സുഖം അല്ലെ? 24 മണിക്കൂർ സുഖം. ഒരു നിലക്കും ഒരു നേരം പോലും ഒരു പരീക്ഷണത്തിന് വിജയമാകാതെ ജീവിക്കണം. അല്ല ഇന്ത്യക്ക് ഇഷ്ടം അല്ലെ? നടക്കൂല. അള്ളാഹു ഞാൻ ജീവിപ്പിച്ചാലോ അത്തരം ആളുകളെ അള്ളാഹു നരകത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടോ അള്ളാഹു പറയുന്നത് അദ്ഹബ്തും തയ്യിബാത്തിക്കും ഈ ഹയാത്തിക്കും ദുനിയ. എല്ലാ സുഖവും നീ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചു. ഇല്ല ഉണ്ട് ഇങ്ങനെ അദ്ഹബ്തും തയ്യിബാത്തിക്കും ഈ ഹയാത്തിക്കും ദുനിയ. വല്ലാണ്ട് സുഖിക്കുമ്പോ ആലോചിച്ചോ, ഇത് എനിക്ക് ഞാഹർത്തിൽ ഇല്ലാണ്ടാകും. അള്ളാഹു തൃപ്തിപ്പെട്ടാ തന്നെങ്കിലോ സുഖിച്ചോ, ഒരു രോഗമില്ല. പക്ഷെ അള്ളാഹു തൃപ്തിപ്പെടാണ്ട് ഉണ്ടാക്കിയാൽ പറയുന്നുണ്ടല്ലോ. നമുക്കറിയാലോ എങ്ങനെ ഉണ്ടാക്കിയത്. നിങ്ങളുടെ കയ്യിലുള്ള പൈസയും മുതലൊക്കെ എങ്ങനെ ഉണ്ടായാലും നിങ്ങൾക്കറിയാം. അത് അള്ളാഹ് തൃപ്തിപ്പെട്ടതാണോ, ആരെയും പറ്റിച്ചതാണോ, വഞ്ചിച്ചതാണോ, ആരൊക്കെ ചതിച്ചുണ്ടാക്കി, ആരെല്ലാം എന്തെല്ലാം കളവ് പറഞ്ഞുണ്ടാക്കി എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് അത്തരം അല്ല. നേരെ മറിച്ച് അള്ളാഹ് എന്ത് ചെയ്തു? ദുനിയാവ് തന്നതാണ്. അത് അള്ളാഹ് തരും. അതും അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക്, തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആളുകൾക്കും അള്ളാഹു ദുനിയാവും. പക്ഷെ ആ ഇത് ഒരു സന്തോഷമായി, അതൊരു പരീക്ഷണമായി. ശ്രദ്ധവർക്ക് പരീക്ഷണമാവും. ഏത്? അള്ളാഹിനെ വഞ്ചിച്ച് നേടിയെടുത്ത മുതല് എത്ര ആളുകളുണ്ട് അറിയാം. സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ജ്യേഷ്ഠന്റെയും അനുജന്റെയും പെങ്ങളുടെയും ആങ്ങളുടെയും ഒക്കെ മുതല് വഞ്ചിച്ചെടുത്ത എത്ര ആൾക്കാരുണ്ട്. ഓലൊക്കെ മരിച്ചും പോയി. ഓരോരുത്തരും കണക്ക് തീർന്നിട്ടുമില്ല. എന്നിട്ടോ റമദാൻ വന്ന മുമ്പ് വെക്കും, കയ്യിൽ പൈസ അജിന് പോവും, ഉമ്രക്ക് ഇതൊക്കെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കേട്ടോ. ദുനിയാവിൽ സുഖിച്ച് ജീവിച്ചവരെ അള്ളാഹു പറയാം നരകത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞത്? അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫീ ഹയാത്തി ദുനിയ വസ്തംതഅ്തും ബിഹാ. വല്ലാത്ത വാക്ക. നീ പരമാവധി സുഖിച്ചു. അതാ പറയാ, നീ പരമാവധി സുഖിച്ചു, എല്ലാ തോന്നിയാസങ്ങളും അനുഭവിച്ചു, അങ്ങനെ നീ സുഖിച്ചു. വസ്തംതഅ്തും ബിഹാ. അതുകൊണ്ട് എന്താ? ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. നിന്ദ്യമായ ശിക്ഷ ഇന്ന് നീ അനുഭവിച്ചു എന്ന് അള്ളാഹു അത്തരക്കാരോട് പറയും. അള്ളാഹു ആ നിർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കോടതിയിലേക്ക് യാത്ര പോയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു മർഹമത്തും മൗഫറത്തും നൽകി അവർക്കും അള്ളാഹു സ്വർഗം നൽകി നമ്മെയും അവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടുമാറാകട്ടെ. ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മരണം വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാം പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.